ഹായ് ഫ്രണ്ട്സ്, മൾട്ടി ടിക്സ് ആൻഡ് ഫാക്ട്സിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ഒരു ഉരുളക്കിഴങ്ങുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും പച്ചക്കറി ഐറ്റംസുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, നമുക്ക് പച്ചക്കറി ഐറ്റംസ്, അതായത് ഈ ഉരുളക്കിഴങ്ങും തക്കാളിയിൽ നിന്നൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ കറണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും കേട്ടിട്ടില്ലെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരെങ്കിലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനും ആ സംഭവം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സംഭവം ഇനി കേട്ടിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ളത് നിങ്ങൾക്കാണ്, കാരണം ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുവാണ്. അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതായത് നമ്മളിവിടെ 3 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നമ്മുടെ ഒരു ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഏതിൽ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ബാറ്ററി, അതായത് ബാറ്ററി പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മൾ രണ്ട് വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ 2 വയറിൻ്റെ അറ്റത്ത് നമുക്ക് 2 പ്ലേറ്റ് കാണാം. ഇതെന്ന് പറയുമ്പോൾ സിങ്കിൻ്റെ പ്ലേറ്റാണ്. സിങ്ക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിങ്ക് കിട്ടുന്നത് നമ്മുടെ ഒരു ബാറ്ററിയുടെ ഫസ്റ്റ് കോട്ടിങ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ആയിരിക്കും. ആ കോട്ടിങ് ജസ്റ്റ് ഒന്ന് മുറിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന അടുത്ത ഒരു കോട്ടിങ് എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ കോട്ടിങ് ആണ്. അപ്പോൾ ആ ഒരു പ്ലേറ്റ് ആണ് അത്. പ്ലേറ്റ് അല്ല, നമ്മൾ പ്ലേറ്റായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ പ്ലേറ്റ് ആണ്. ഈ കോപ്പറിൻ്റെ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ആയിട്ട് അതെല്ലാം കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എടുത്ത ഒരു ചെറിയൊരു കോപ്പറിൻ്റെ പ്ലേറ്റ് ആണ്. കോപ്പറിൻ്റെ പ്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു കോപ്പറിൻ്റെ വയറായാലും മതി, ജസ്റ്റ് കോപ്പറിൻ്റെ ഒരു കണ്ടൻറ്റ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിലോട്ട് കുത്തി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കുത്തി വെക്കാം. അപ്പോൾ നമുക്കിവിടെ 2 പ്ലേറ്റ് നമ്മൾ കുത്തി വെച്ചപ്പോൾ നമുക്ക് 2 ടെർമിനൽസ് കിട്ടി. നമ്മുടെ കോപ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, നമ്മുടെ സിങ്കിൻ്റെ പ്ലേറ്റിൽ നിന്ന് വരുന്ന വയർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരു മൾട്ടിമീറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിത് മെഷർ ചെയ്തെടുക്കാം, നമുക്ക് എത്ര വോൾട്ടേജ് ഇതിനകത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാത്തുനിന്ന് കിട്ടുന്നത് നമുക്ക് കമ്പയർ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു LED ബൾബ് കത്തിക്കാൻ പറ്റുമെന്നും കൂടി നമുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഈ 2 വയറും എടുത്ത് നമ്മുടെ മൾട്ടിമീറ്ററിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കണം. പോസിറ്റീവിലോട്ട് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ടാകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കാണാൻ കറക്റ്റ് നമുക്ക് 0.8 വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുപോലത്തെ 2 ഉരുളക്കിഴങ്ങ് വെക്കുകയാണെങ്കിൽ നമുക്ക് 1.5 വോൾട്ടിനെക്കാട്ടി കിട്ടും. അതായത് ഒരു ബാറ്ററിയെക്കാട്ടിൽ നമുക്ക് കിട്ടുന്നതാണ്, അത്ര വോൾട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങയും പിന്നെ നമുക്ക് ചെറുള്ളിയും കൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 2 ടെർമിനൽ ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൾട്ടിമീറ്ററിലോട്ട് ഇതിൻ്റെ 2 ടെർമിനലും കൂടി നമുക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിവിടെ നെഗറ്റീവ് ടെർമിനൽ മുട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് മുട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് 0.9 വോൾട്ട്, അതായത് 0.9 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിനെക്കാട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതൽ, അത് റിയാക്ഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 0.9 വോൾട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മളെ പോസിറ്റീവ് മുട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 8.8 വോൾട്ട് കിട്ടുന്നുണ്ട്. ചെറിയ ഒരു ഉള്ളിക്കകത്തുനിന്ന് വരെ നമുക്ക് 0.8 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ 3 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളിക്കാണ് ഇച്ചിരി കുറവ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. 3 വോൾട്ടിൻ്റെ ബൾബാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും നാരങ്ങയും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എത്ര വോൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 4.8 വോൾട്ട് ഇവിടെ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്ര നമ്മൾ ആകെ നമ്മൾ 4 ഉരുളക്കിഴങ്ങ് 2 നാരങ്ങയാണ് ഉപയോഗിച്ചത്. 4.8 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഉള്ളി ഉപയോഗിച്ചില്ല, കാരണം ഉള്ളിക്കായിരുന്നു ഏറ്റവും കുറവ് വോൾട്ട് നമുക്ക് കിട്ടി, അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഇനി നമുക്ക് ഈ LED ബൾബ് ഒന്ന് നമുക്ക് ഇതിൽ മുട്ടിച്ച് കത്തിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പതിയെ മുട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയ്ക്കകത്ത് നോക്കി അത്രയും ശരിക്കും കാണത്തില്ല, കാരണം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. എന്നാലും കാണാൻ പറ്റും നമ്മുടെ LED ബൾബ് കത്തുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഉരുളക്കിഴങ്ങിൽ നിന്ന് നമ്മുടെ നാരങ്ങയിൽ നിന്നാണ് കത്തിച്ചേക്കുന്നത് ഇത്രയും. അപ്പോൾ നമുക്ക് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ടേബിൾ ലാമ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫുള്ള് ലൈറ്റ് കെടുത്തിയിട്ടുണ്ട്.
കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ LED ബൾബ് അവിടെ കത്തുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമുക്കൊരു ഉരുളക്കിഴങ്ങും നമ്മുടെ നാരങ്ങയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു LED ബൾബ് വരെ കത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് വരികയാണെങ്കിൽ 2 പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 പ്ലേറ്റും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് കയറുമ്പോൾ അതിനകത്ത് ഒരു ആസിഡുണ്ട്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ ഒരു ഇംബാലൻസ് അവിടെ സംഭവിക്കും. അത് ഒരു പ്ലേറ്റ് ഇലക്ട്രോൺ കൂടുതലും മറ്റൊരു പ്ലേറ്റ് ഇലക്ട്രോൺ കുറവായിട്ടായിരിക്കും റിയാക്ഷൻ സംഭവിക്കുന്നത്. അത് കാരണം ഇലക്ട്രോൺ കൂടിയെടുത്തു നിന്ന് കുറഞ്ഞെടുത്തോട്ട് നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കറണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.